സഹോദരി നമ്മുടെ വിജയകുമാറിന്റെ അമ്മയാണ്. ഈ അമ്മച്ചി പറയുന്നത് കാലിനടുത്ത് ഭയങ്കര വേദനയും മസിലേറ്റവുമായിരുന്നു, അതുപോലെ നടുവേദനയും വളരെ ഭാരപ്പെടുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടെ വന്ന് ആരാധന കഴിഞ്ഞ് ഈ സഹോദരി പറയുന്ന ഈ സഹോദരി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2 പാസ്റ്റർമാരെ കാണുകയാണ്. അവർ വന്ന് പ്രാർത്ഥിക്കാനായിട്ട് മകളുടെ അടുക്ക വരുന്നതായിട്ടാണ് കണ്ടത്. അപ്പോൾ മകൾ ഇവിടെ വന്നിട്ട് ബ്രദറിനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു. ഈ മകള് പറയുന്നു ആ സമയം തന്നെ ആ വേദനയെല്ലാം മാറി, നടുവേദന മാറി, ഇപ്പൊ വളരെ സുഖമായിട്ടിരിക്കുന്നു എന്നാണ് ഈ മകള് സാക്ഷ്യപ്പെടുന്നത്. കഴിഞ്ഞ ആഴ്ച വെള്ളിയാഴ്ച വന്നവരോട് പറഞ്ഞു, രണ്ട് സ്വപ്നം കണ്ടു. ഒരു സ്വപ്നം കണ്ട് 2 പാസ്റ്റർമാർ വന്ന് തന്റെ മുട്ടിൽ ബന്ധനമുണ്ടെന്ന് പറഞ്ഞിട്ട് പോയി. ഹാലലുയ. ഞങ്ങൾ ബന്ധനമുണ്ടെന്ന് പറഞ്ഞില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചേക്കാന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചു. മകൾ താഴെ പോയി. അതിനുശേഷം മുട്ടിന് വേദനയും മാറി, നടുവേദനയും മാറി. കാലം പഠിച്ച് കർത്താവിനെ ശ്രമിക്കാനുള്ള കുടുംബജീവിതം തകർന്ന അവസ്ഥയിലാണ് നമ്മൾ ചർച്ചിലേക്ക് ആദ്യമായി കടന്നു വരുന്നത്. ഭർത്താവുമായി പിണങ്ങി 2 കുഞ്ഞുങ്ങളുമായി മകൾ ജീവിക്കുന്ന സമയം നമ്മൾ ആരാധന മധ്യ മകൾ കടന്നു വന്നു. 1.5 മാസം നമ്മുടെ ആരാധന മധ്യ വന്നപ്പോൾ കർത്താവ് കുടുംബജീവിതം ക്രമീകരിച്ചു. ഇന്ന് അവർ സന്തോഷത്തോടെ കുടുംബജീവിതം നയിക്കുന്നു. ആ മകനെ രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെടുവാൻ ഇടയായി തീർന്നു. ഈ മകൾക്ക് 10 വർഷമായിട്ട് വിട്ടുമാറുന്ന തലവേദനയായിരുന്നു. അത് യേശു സൗഖ്യമാക്കി. അതുപോലെ തന്നെ ഈ മകളിൽ ആലയത്തിൽ കടന്നു വന്ന സമയം പരിശുദ്ധാത്മാവ് പ്രാപിച്ചു. അതുപോലെ തന്നെ ഈ മകൾക്ക് കൈവശമുണ്ടായിരുന്നു. അതും ശക്തിമാൻ ഇടയായി തീർന്നു. ഈ മകൾ ഇന്ന് സന്തോഷത്തോടെ യേശു ന്യായം സാക്ഷ്യപ്പെട്ടു. ഈ മകളിവിടെ വരുമ്പോ വളരെ വിഷമത്തിലാണ് വരുന്നത്. വിവാഹ മോചനത്തിന് വർഷം നിൽക്കുകയാണ്. ഭർത്താവ് പറഞ്ഞിരിക്കുന്നത് ഞാൻ വേണ്ട എന്ന് പറഞ്ഞ് വീട്ടിൽ നിൽക്കുകയാണ്. ഇവിടെ വരുമ്പോൾ പരിശുദ്ധാത്മാവ് മകളോട് ഞങ്ങൾ പറഞ്ഞു, ഇല്ല, നിന്നെ ഉപേക്ഷിച്ച ഭർത്താവ് മടങ്ങി വരും. സ്വതന്ത്രം. മകൾ വിശ്വാസത്തോടെ അത് ഏറ്റെടുത്തു, പ്രാർത്ഥിച്ചു. 2 ആഴ്ചക്കുള്ളിൽ, എനിക്ക് തോന്നുന്നു 1 ആഴ്ചക്കുള്ളിലാണ് തോന്നുന്നു, 1 ആഴ്ചക്കുള്ളിൽ തന്നെ വേണ്ട എന്ന് പറഞ്ഞ ഭർത്താവ് മടങ്ങി വന്നു. മാത്രമല്ല ആ മകനും രക്ഷിക്കപ്പെട്ടു, സ്ഥാനപ്പെട്ടു. ഇവർ കുടുംബമായി കർത്താവിനെ ആരാധിക്കുന്നു. ഈ മകളുടെ ഉള്ളിൽ കൈവശമുണ്ടായിരുന്നു. കർത്താവ് അത് ഛർദ്ദിപ്പിച്ചു. മാത്രമല്ല ഈ മകൾക്ക് 10 വർഷമായിട്ടുള്ള തലവേദന കർത്താവ് സൗഖ്യമാക്കി. ഇവരുടെ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിച്ചു. ചെവിക്കകത്ത് ഭയങ്കര ഇരപ്പായിരുന്നു. സഹോദരി പറയുന്ന വണ്ടി ഓടുന്നത് പോലുള്ള മോട്ടറിന്റെ ശബ്ദമായിരുന്നു ചെവിയിൽ. പലയിടത്തും പോയി പ്രാർത്ഥിച്ചു, എന്നാൽ ഒരു മറുപടിയും കിട്ടിയില്ല. അങ്ങനെയാണ് ഈ ആലയത്തെ കുറിച്ച് അറിഞ്ഞ് ഈ മകൾ ഇവിടെ കടന്നു വന്നു. ഈ മകൾ പറയുന്നു, ഇവിടെ കടന്നു വന്ന് പ്രാർത്ഥിച്ച ആ നിമിഷം തന്നെ വർഷങ്ങളായി ചെവിക്കാത്ത പ്രയാസവും മാറി കിട്ടി. കൈ പൊങ്ങത്തില്ലായിരുന്നു, ആ കൈയും പൊങ്ങി. ഇപ്പൊ എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ സന്തോഷമായിട്ടാണ് ആരാധനയ്ക്ക് കടന്നു വരുന്നതെന്നാണ് ഈ മകളുടെ സാക്ഷ്യം. അത്ഭുത സാക്ഷ്യമാണ്. കാരണം ചെവിക്കകത്ത് കിടന്ന് മൂളുകയാണ്. പല ഡോക്ടർമാരുടെ ഒക്കെ ചെന്നിട്ടും സൗഖ്യമില്ലായിരുന്നു. മരുന്ന് കഴിച്ചിട്ട് സൗഖ്യമില്ല. എന്നാൽ ഇവിടെ വന്നു യേശു മകളെ പൂർണ്ണമായി സൗഖ്യമാക്കി. കൈ പൊങ്ങത്തില്ലായിരുന്നു, അത് കർത്താവ് സൗഖ്യമാക്കി. ഇപ്പോൾ 2 രോഗവുമില്ല, പൂർണ്ണ സൗഖ്യം. എന്റെ സാക്ഷ്യം ഇവിടെ മിക്ക ആൾക്കാരും കേട്ടിട്ടുള്ളതാണ്. ഒരുപാട് മോശമായ രീതി നടന്നൊരു വ്യക്തിയാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ ഒഴിവായി. ഒട്ടനവധി പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് പോലും ഇപ്പൊ ദൈവം അത്ഭുതം അതിശയങ്ങൾ നടത്തുന്നു. പലവിധ പ്രശ്നങ്ങളിൽ നിന്നും ചിലപ്പോൾ ഈ പല വെളിച്ചം പോലും കാണാൻ ഇരുണ്ട മുറിയിൽ ജീവിക്കുന്ന എന്നെ ഈ വഴിയിലേക്ക് കൊണ്ടുവന്നത് ഈ ചർച്ച വന്നു കഴിഞ്ഞാണ്. പ്രവർത്തകനെ തേടി കണ്ടെത്തിയതാണ്. അതുപോലെ തന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും എന്റെ കുടുംബത്തിനെ പ്രാർത്ഥിക്കാനും ഒരു സഭാ കൂട്ടായ്മ ഉണ്ടായതും ഞാൻ സത്യത്തിൽ ഈ ബ്രദറിനെ വെച്ച് പലരെയും ഓരോ രീതിയിലാണ് കാഴ്ചപ്പാടുകളുണ്ട്. ചില ദിവസം ബ്രദർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുള്ള ജോലി ഞാൻ കഴിയില്ലാത്തതുകൊണ്ടാണ് ഓരോരുത്തർ ഈ ദൈവവേലയാണെന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുന്നത്. പക്ഷെ ആ ഇതിനൊക്കെ എന്നെ വിട്ട് ഇതിന്റെ സ്നേഹം, ആ സന്തോഷം അനുഭവിക്കാനും എന്റെ കുടുംബത്തിൽ നന്മകൾ വാരിപ്പോലും തരുവാനും ഞാൻ ഈ ചർച്ച വന്നു കഴിഞ്ഞാണ് എനിക്കിടയായത്. വളരെ ഇത്രയും എന്നെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഒരു കൂട്ടം വിശ്വാസികളോടൊപ്പം ഈ ആരാധന പങ്കെടുക്കുന്ന വളരെ സന്തോഷമാണ്. ഞങ്ങൾ ഇവിടെ ആദ്യത്തെ കൺവെൻഷൻ നടക്കുന്ന സമയമാണ്. ഞങ്ങളുടെ സഹോദരന്മാരെല്ലാം കൂടെ പോയി പരുത്തിമൂട് നമ്മുടെ പോസ്റ്റർ ഒട്ടിച്ചു. പോസ്റ്റർ ഒട്ടിച്ചത് എന്ത് ചെയ്യാനാ, ഇവരുടെ പാർട്ടിയുടെ ബോർഡിലായിരുന്നു. അന്ന് രാത്രി അന്ന് തന്നെ ഫോൺ വന്നിരിക്കുന്നു, ഞങ്ങളുടെ പാർട്ടിയുടെ ബോർഡ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, നിങ്ങൾ എത്രയും വേഗം ബോർഡ് വെക്കണം, തിരിച്ചു ബോർഡ് വെക്കണമെന്ന്. സ്വന്തം അങ്ങനെ ഞങ്ങളുമായിട്ട് ചില സംഘർഷത്തിലാണ് ഈ മകനെ പരിചയപ്പെടുന്നത്. അങ്ങനെയാണ് ഈ മകന്റെ ഫോൺ നമ്പർ എനിക്ക് കിട്ടുന്നത്. ഈ മകൻ എന്നെ ആദ്യമായിട്ട് അങ്ങനെയാണ് വിളിക്കുന്നത്, തിരിച്ചു ബോർഡ് വെക്കണം. ഞങ്ങൾ പാർട്ടിയുടെ സെക്രട്ടറി ആണെന്നൊക്കെ പറഞ്ഞാണ് വിളിക്കുന്നത്. സെക്രട്ടറിയാണ്, ഏരിയ സെക്രട്ടറിയാണ്. ഹല്ലേലൂയ. അങ്ങനെ പഴക്കോട് കൂടിയാണ് ഞങ്ങളുടെ സൗഹൃദം ആരംഭിച്ചത്. പക്ഷേ നിരീശ്വരവാദിയായിരുന്നു.
ഉഴപ്പനായിരുന്നു, വലിയ പാർട്ടി പ്രവർത്തകനായിരുന്നു. പക്ഷെ ആ ബന്ധം ഈ മകൻ എന്ത് ചെയ്തു? ഞാൻ അന്ന് തീരുമാനിച്ചു, ഇങ്ങനെ ഇദ്ദേഹം എതിരായിട്ട് ദൈവനാമത്തിന് എതിരായിട്ടാണല്ലോ ഇതിങ്ങനെ പറഞ്ഞത്, അല്ലെങ്കിൽ പെട്ടെന്ന് വെക്കണം എതിരായിട്ടൊന്നും പറഞ്ഞില്ല, വേറെ ഒരു വൃത്തിയായിട്ട ഭാഷയൊന്നും പറഞ്ഞില്ല, നല്ല രീതിയിലാണ് സംസാരിച്ചത്. എങ്കിലും എന്റെ കർത്താവേ, അങ്ങനെ സംസാരിച്ച ഈ മകൻ യേശുവിനെ അറിയണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. സ്വന്തം അത്ഭുതം എന്ന് പറയട്ടെ, ഈ മകൻ മാത്രമല്ല, ഈ മകന്റെ കുടുംബം മുഴുവൻ ഹല്ലേലൂയ യേശുവിനോട് ചേരുവാനും 1 വർഷത്തോളമായി കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിന്റെ കോട്ട ഉപേക്ഷിച്ചുകൊണ്ട് യേശുവിനോട് വിശ്വാസിയായിരുന്നു. വന്നിട്ട് മുഖം മൊത്തം ഒരുവിധം നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള വളരെ വിരുദ്ധമായിട്ടാണ് ഇവിടെ കടന്നു വന്നത്. നമ്മുടെ ആരാധന മധ്യ കടന്നു വന്ന് വേറെ വേണ്ടി പ്രാർത്ഥിച്ചു. ഇപ്പൊ മുഖം നല്ല ക്ലിയർ ആയിട്ട് കർത്താവ് സുന്ദരിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ആൾക്ക് 2 ദിവസം ആൾക്ക് എഴുന്നേറ്റ് പോലും നിൽക്കാൻ വരാതെ ഒരു ചേട്ടനാൾ എങ്ങനെ വാടി കിടക്കുന്നുവോ അതുപോലെ ഈ മകൾ 2 ദിവസം വാടി തളർന്ന് കിടക്കുകയായിരുന്നു ഈ മകൾ പറയുന്നത്. എന്നാൽ താൻ ഈ ബ്ലസ്സോടി ചർച്ചിൽ വന്ന് സാക്ഷ്യം പറഞ്ഞു കൊള്ളാമെന്ന് ഈ മകൾ പറഞ്ഞ് പ്രാർത്ഥിച്ച നിമിഷം യേശു മകളെ സൗഖ്യമാക്കി. അതുപോലെ ഈ നമ്മുടെ ആരാധന മധ്യ വന്ന ശേഷം കുടുംബജീവിതത്തിൽ സന്തോഷമുണ്ട്, അനുഗ്രഹമുണ്ടെന്ന് ഈ മകൾ സാക്ഷ്യപ്പെട്ടു. ഈ മകൾ ആദ്യമായിട്ട് ഒരു വെള്ളിയാഴ്ചയാണ് വരുന്നത്. മുഖത്ത് നിറച്ച് പാടുകളാണ്, കുഴിയാണ്. ഇതുപോലൊരു മുഖം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഹല്ലേലൂയ. ഈ മകൾ വിഷയമൊന്നും പറയുന്നില്ല. അന്ന് വെള്ളിയാഴ്ച പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി മകളിൽ പൈശാചിക ശക്തി വ്യാപരിക്കുന്നുണ്ട്, അത് അഴിയട്ടെ എന്ന് പറഞ്ഞ ആ നിമിഷത്തിന് പുറകിൽ നിന്ന് മകളെ മുമ്പിൽ വന്നു. സ്വന്തം അഴിഞ്ഞു മാറി. അന്ന് തന്നെ മകളുടെ മുഖം സൗഖ്യമായി. ഇപ്പോൾ മുഖം കണ്ടോ സുന്ദരിയായി തീർന്നിരിക്കുന്നു. ഹല്ലേലൂയ. മാത്രമല്ല ഈ മകളുടെ ഭർത്താവിന്റെ ഉള്ളിൽ കൈവശം ഉണ്ടായിരുന്നു. ആ ഭർത്താവും കർത്താവും കൈവശം ശബ്ദിപ്പിച്ചു. ആ കുടുംബം പൂർണ്ണമായി ഇപ്പോൾ യേശുവിനെ ആരാധിക്കുകയാണ്. കുടുംബമായി കർത്താവിനെ ആരാധിക്കാൻ കർത്താവ് ഭാഗ്യം കൊടുത്തു. ഒരു സൈഡ് മുഴുവനും വേദനയായിരുന്നു. കുറെ നാളുകളായിട്ട് നടുവിന് വലിയ പ്രയാസമായിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു, എങ്കിലും ആരോടും പറഞ്ഞില്ല. എന്നാൽ ഈ സഹോദരി പറയുന്നു, കഴിഞ്ഞ ഞായറാഴ്ചത്തെ തിരുവത്താഴ് ശുശ്രൂഷയ്ക്ക് ശേഷം ആ സമയം ഈ മകയിൽ കരണ്ട് അടിക്കുന്നത് പോലെ ഒരു ശക്തി ശരീരത്തെ കൂടി പകർന്നു. ആ വേദന മുഴുവനായി യേശു എടുത്തു മാറ്റിയെന്നാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. കണ്ണു വളച്ച് വിശ്വസിച്ചു, തിരുവത്താഴത്തിൽ കൂടെ സൗഖ്യമുണ്ട്. ഇത് സത്യമാണ്, വചന സത്യമാണ്. അമ്മച്ചി ആ വിശ്വാസത്തോടെ തിരുവത്താഴത്തിൽ പങ്കാളിയായി തന്റെ തളർന്ന ഒരു ഭാഗം തളർന്നത് കർത്താവ് ശരിയാക്കി സൗഖ്യമാക്കി. വർഷങ്ങളായിട്ട് ഈ മകൾക്ക് കൈക്ക് വേദനയായി, കൈ ഉയർത്താനോ ഈ കൈ കൊണ്ടൊന്നും ചെയ്യുവാനോ സാധ്യമല്ലായിരുന്നു. നമ്മുടെ ആരാധന മധ്യത്തിൽ ഈ മകളെ യേശു സൗഖ്യമാക്കി. അതുപോലെ തന്നെ ഈ മകൾക്ക് ആരാധനയ്ക്ക് കടന്നു വരാൻ സാഹചര്യമില്ലായിരുന്നു. എന്നാൽ കുറെ നാൾ ഈ മകൾ തന്റെ വീട്ടിൽ പറയാനാണ് ആരാധനയ്ക്ക് കടന്നു വന്നത്. എന്നാൽ കർത്താവ് അവിടെയും തനിക്ക് ആരാധനയ്ക്ക് വരുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. ആ മകൻ തന്നെ പറയേണ്ട ആരാധനയ്ക്ക് പൊക്കോ എന്ന് പറയാൻ ഇടയായി തീർന്നു. അതുപോലെ ഇവരുടെ ഭവനത്തിന്റെ പണി നടന്നുകൊണ്ടിരുന്ന സമയം അത് ബ്രേക്കായി കിടന്നു. എന്നാൽ നമ്മുടെ ആരാധനയ്ക്ക് കടന്നു വന്നതിന് ശേഷം അത് കുറേശ്ശെ അവർ പണിതുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ മകളുടെ മൂത്ത മകൾക്ക്, ഈ ആന്റിയുടെ മൂത്ത മകൾക്ക് MA-ക്ക് പഠിക്കാൻ പോകാൻ വേണ്ടി സാമ്പത്തികമില്ലാതെ ഭാരപ്പെട്ട സമയത്ത് കർത്താവ് തക്ക സമയത്ത് ആ ഭൗതിക നന്മ കൊടുത്ത് പഠിക്കുവാൻ ദൈവം സഹായിച്ചു. അതുപോലെ തന്നെ മകന് ജോലി ലഭിച്ചു എന്ന് ഈ മകൾ സാക്ഷ്യപ്പെട്ടു. യേശുവിന് നന്ദി അർപ്പിച്ച് ഇവിടെ വരുമ്പോൾ കൈയും പൊക്കാൻ പറ്റാത്ത അനുഭവമായിരുന്നു. എന്നാൽ യേശു കർത്താവ് സൗഖ്യമാക്കി. വീടിന്റെ പണി ബ്രേക്കായി കിടക്കുകയായിരുന്നു. ഇവിടെ വന്ന നിമിത്തം വീടിന്റെ പണി കർത്താവ് പുനരാരംഭിച്ചു. മാത്രമല്ല ഇളയ കുഞ്ഞിന് അഡ്മിഷൻ കിട്ടാതിരിക്കുകയായിരുന്നു. കർത്താവ് അഡ്മിഷൻ കൊടുത്തു. മൂത്ത കുഞ്ഞിന് MA-ക്ക് അഡ്മിഷൻ കിട്ടാൻ പൈസ ഇല്ലായിരുന്നു, അതും കർത്താവ് കൊടുത്തു. എല്ലാ മേഖലകളിലും യേശുവിനെ വിളിക്കാൻ തുടങ്ങിയ പിന്നെ അനുഗ്രഹത്തിന് മേൽ അനുഗ്രഹമാണ്. കാലമടിച്ച് ഈ സഹോദരന്റെ തൊണ്ടയ്ക്ക് വലിയൊരു മുഴയായിരുന്നു. അപ്പൊ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കാണിച്ചപ്പോൾ അവർ ഓപ്പറേഷൻ ചെയ്യുന്നത് പറഞ്ഞ് ഓപ്പറേഷന്റെ ഡേറ്റ് വരെ നിശ്ചയിച്ച് മകളെ പറഞ്ഞു വിട്ടു. എന്നാൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഈ മകൾ ഇവിടെ ആരാധനയ്ക്ക് കടന്നു വന്നു. ഈ പ്രകടനത്തെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു. ആ പ്രാർത്ഥിച്ച സമയം തന്നെ ഈ മകൾ കൈവശം ഛർദ്ദിച്ചതിന് ശേഷം വീണ്ടും മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ പറഞ്ഞ ഡേറ്റ് അനുസരിച്ച് ചെന്നപ്പോൾ അവർ സ്കാൻ ചെയ്ത് നോക്കിയെങ്കിൽ പറഞ്ഞു, ഇപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല, ഓപ്പറേഷൻ ചെയ്യണ്ട. അതെങ്ങനെ പോയെന്ന് ഡോക്ടർക്കും അറിയത്തില്ല. ഇവിടെ കൈവശം ഛർദ്ദിച്ച സമയം തന്നെ ആ മുഴയും കർത്താവ് എടുത്തു മാറ്റിയിരുന്നു. അതുപോലെ തന്നെ ഈ കുഞ്ഞിനെ ഒരു മുച്ചറിയായിരുന്നു നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. അതിന് ഓപ്പറേഷൻ ഞാൻ പല ഡേറ്റുകൾ തീരുമാനിച്ചെങ്കിലും എല്ലാ ഡേറ്റിനും ഈ കുഞ്ഞിന് പനിയോ എന്തെങ്കിലും ഒരു പ്രശ്നം ഇവർക്ക് ഉണ്ടാകുമോ അത് ചെയ്യാൻ സാധിക്കത്തില്ലായിരുന്നു. എന്നാൽ ഇവിടെ വന്ന് ബ്രദറിനെ കൊണ്ട് ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിപ്പിച്ചു. അതിന്റെ
സഹായിച്ചു എന്നാണ് ഈ മകൾ സാക്ഷ്യപ്പെടുന്നത്. ഈ മകളുടെ കഴുത്തിൽ വലിയ മുഴയായിരുന്നു കാണാൻ പറ്റുമായിരുന്നു. ഡോക്ടർമാർ പറഞ്ഞു എത്രയും വേഗം ഓപ്പറേഷൻ ചെയ്യണം അല്ലെങ്കിൽ തീർന്നു പോകുമെന്ന് പറഞ്ഞു. ഈ മകൾക്ക് പൈസ ഇല്ലായിരുന്നു. വീട്ടിൽ വന്നു, വീട്ടിൽ റെസ്റ്റ് എടുക്കാൻ പഠിക്കുന്നു, പോകാൻ പറ്റുന്നില്ല, കപ്പോട് കിടപ്പാണോ, ഒരു പരിപാടി നടക്കുന്നില്ല. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് മനസ്സരിച്ചു. ഈ മകളുടെ മുന്നിലുള്ള കൈവെട്ടത്തെ കർത്താവ് ശ്രദ്ധിപ്പിച്ചു. അതിനുശേഷം മുഴ എവിടെ പോയത് കണ്ടില്ല. മുഴ പൂർണ്ണമായി സൗഖ്യമായി. മാത്രമല്ല ഡോക്ടർമാരാണ് പറഞ്ഞത് ഓപ്പറേഷൻ വേണമെന്ന്. അതുകൊണ്ട് തിരിച്ചു ഡോക്ടറുടെ കൊണ്ടുവന്നു. തിരിച്ചു ഡോക്ടറുടെ കൊണ്ടുവന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ വേണ്ട, മുഴ മാറിപ്പോയിരിക്കുന്നു, സൗഖ്യം ലഭിച്ചിരിക്കുന്നു. കരമടിച്ച് കർത്താവിനെ